കുമാർ അദ്ദേഹം കേരളത്തിലെ ബഹുമാനായിട്ടുള്ള മന്ത്രിയാണ്, MLA ആണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാന്യതകളുണ്ട്. ജനാധിപത്യം ഒന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ടായില്ല. ആ ജനാധിപത്യത്തിനൊരു മര്യാദ ഉണ്ടാകണം. ആ മര്യാദയെ കുറിച്ച് നിങ്ങൾ പൊതുസമൂഹത്തിനെ പഠിപ്പിക്കുന്ന വ്യക്തികളാണല്ലോ. ആ വ്യക്തികളോട് പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന ഇന്ത്യ മഹാരാജ്യം 3ാം ടേമും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശൂർ ജില്ലയിൽ നിന്ന്, തൃശൂർ പാർലമെന്റൽ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ബഹുമാനനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നത്. ചോദിച്ചോട്ടെ സർ, നിങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്റ്റേജിൽ ഒരു ദിവസം നിങ്ങളുടെ LDFന്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾ റംസാൻ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, തരിക്കഞ്ഞ് കുടിക്കുമ്പോൾ നക്കി കുടിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ സുരേഷ് ഗോപിയെ തൊപ്പിയെ കുറിച്ച് തൃശൂർകാർ സഹിക്കട്ടെ, ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതല്ലേ, തൃശൂർകാർ നല്ല ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി കൃത്യമായിട്ട് തൃശൂർ ജനതയ്ക്കുണ്ട്. ഗണേശ, സുരേഷ് ഗോപി കഞ്ഞിയല്ലേ നക്കി കുടിച്ചുള്ളൂ. ഗണേശന്റെ കഥ ഞാൻ ഈ പരസ്യമായി പറയണ്ടല്ലോ, കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ യോഗത്തിൽ പറയണോ, മുകേഷ് എന്ന് പറയപ്പെടുന്ന അപ്പുറത്തിരിക്കുന്ന MLA അല്ലേ, ഓന്റെ വേഷങ്ങളും ശൈലികളും ഒന്ന് പറ. എന്തിനാണ് നിങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? എന്തിനാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജനമെടുത്ത ഒരു MP എന്ന രീതിയിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ആ സുരേഷ് ഗോപിക്ക് നേരെ നിങ്ങൾക്ക് എത്ര ആക്രോശം? എന്താണ് നിങ്ങൾക്ക് എത്ര വൈരാഗ്യം? നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള മേഖലയായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ MP-യെയും കേന്ദ്രമന്ത്രിയെയും ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെയും അനക്ക് എന്തും പറയാമെന്ന് വിചാരിച്ചാൽ കേരളത്തിൽ അങ്ങാടി അന്നെ കുറിച്ചും പറയില്ല. പിന്നെ ഇതൊരു തട്ടിപ്പും കൂടിയാണ് ഗണേശേട്ടൻ്റെ. എന്താണെന്നറിയാമോ, നിങ്ങളുടെ പത്തനാപുരം ഗണേശേട്ടൻ്റെ ഒരു തട്ടിപ്പ് ഓനാരിപ്പം മാന്തുന്നില്ല. പണ്ട് അച്ഛനുള്ള സമയത്ത് പത്തനാപുരത്ത് ഇതിനെ ജയിപ്പിച്ചു കൊണ്ടുവന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ അച്ഛൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ ജയിലിൽ കിടന്നിരുന്നത്. എനിക്കറിയില്ല കേട്ടോ, മരിച്ചുപോയ ആ സമയം വ്യത്യാസം ഉണ്ടാകും. അപ്പോ ഓനെ മന്ത്രിയാക്കിയ സമയത്ത് സിനിമാ നടനൊക്കെയാണല്ലോ, കാണാനൊക്കെ കൊള്ളാം, 3-4 കിലോ അരിയൊക്കെ കൊള്ളും, ഗംഭീരമായി പോകുന്നുണ്ട്. അപ്പോൾ ഓൻ എന്ത് ചെയ്തു? ലൈറ്റനിങ് എക്സ്പ്രസ്, മഞ്ഞയിൽ പച്ചക്കളറുകൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ജനങ്ങൾ മുന്നിലെ കണ്ണിൽ പൊടിയിട്ട് വികസന നായകൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് എഴുന്നള്ളിച്ച് നടന്നു. ഞാൻ ചോദിച്ചോട്ടെ, പത്തനാപുരത്ത് 2000 മുതലാ തോന്നുന്നു 25 വർഷമായി എന്നുണ്ട് വിശ്വാസം. അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയാലും കുഴപ്പമില്ല. കാലം ഇത്രയായി MLA ആയിട്ട് ഒന്ന് നിങ്ങൾ വിലയിരുത്തുക. സുരേഷ് ഗോപിയെ നോക്കി കൊഞ്ഞനം കുത്തിയ ഗണേശനും രാജ്യസഭയിൽ ഇരുന്ന സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രവർത്തനത്തെ നിങ്ങളൊന്ന് തുലനം ചെയ്താൽ ഓന്റെ പാർട്ടിക്കാർ വരടിക്കും ഗണേശന്. എന്തിനാ? കാരണം മാന്യത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് സുരേഷ് ഗോപിയെ ഇറക്കുക വഴി അവനവനെ ഒന്ന് പോക്കുക. നെഗറ്റീവായാലും വേണ്ടില്ല, കേരളങ്ങാടി മുഴുവൻ എന്റെ പേര് പറഞ്ഞ് ഒന്ന് BJP-ക്കാർ നടക്കുമല്ലോ. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വടം കെട്ടി ഗണേശന്റെ വീട്ടിലേക്കുള്ള യാത്ര തടയുമല്ലോ. ഇത്യാദി കാര്യങ്ങളാണ് ഉദ്ദേശമെങ്കിൽ ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കും വരാനറിയാം, ഞങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ തടയാനും അറിയാം. ഞങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തി ഈ സമൂഹത്തിനോട്, സുരേഷ് ഗോപിയോട്, കേന്ദ്രമന്ത്രിയോട് മാപ്പ് പറയാനും പറയിപ്പിക്കാനും അറിയാം. ചോദിച്ചോട്ടെ ഗണേശൻ, സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ എന്ത് അവകാശം നിങ്ങൾക്കുണ്ട്? വ്യക്തിപരമായി, രാഷ്ട്രീയപരമായി, സംഘടനാപരമായി ഗണേശൻ എന്ത് വാല്യൂ ആണ് സുരേഷ് ഗോപിയെ കുറിച്ച്, ആദരണീയ MP കേന്ദ്രമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത്? രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ കോൺഗ്രസ് ബി, അതൊരു ബി ഉണ്ടെന്ന് വിചാരിച്ചത് BJP-ന്റെ ഒപ്പം ആകൂല. ഇത് മാണിക്കായ
മറ്റേ BJP എന്ന് പറയപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യം ഭരിക്കുകയാണ്. ഈ ഒരു ബിയും വെച്ച് രാഷ്ട്രീയമായിട്ട് BJPയോട് കോർക്കാൻ ഗണേശനെ കൊണ്ടാവോ? രണ്ട് മന്ത്രി എന്ന തലത്തിൽ, നിങ്ങൾ MP എന്ന തലത്തിൽ ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ തുടരാൻ ചെയ്യാൻ നമുക്ക് അക്കമിട്ട് നെട്ടുണ്ടെങ്കിൽ പത്തനാപുരത്ത് ഒരു വേദി ഉണ്ടാക്കാം. ഞങ്ങൾ BJPയുടെ പ്രതിനിധികൾ 6 വർഷക്കാലം സുരേഷ് ഗോപി രാജ്യസഭയിൽ ഇരുന്ന സമയത്തും ഇന്ന് ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ അക്കമിട്ട് നിരത്താം. ഈ MLA ആയിരിക്കുന്ന സമയത്ത് അന്റെ സ്വന്തം നാട്ടിൽ അന്നെ കൊണ്ടായ കാര്യം ഇനിയും പറ. എന്നിട്ട് ഏതാണ് തുലാസിൽ ഇരിക്കുന്നതെന്ന് ഗണേശൻ നമുക്ക് നോക്കാം. ഗണേശ, സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് പണിയെടുത്ത് അവനവന്റെ വിഹിതം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടാ. അത് സഹായസുമായി എത്തിയിട്ടാ. അത് രാജ്യസഭ MP എന്ന രീതിയിലും, അതിനു മുമ്പ് നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിലും, അതിനു മുമ്പ് ഈ സമൂഹത്തിലെ ജീവിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ കൃത്യമായി പല വിഷയങ്ങളും അദ്ദേഹം ഇടപെട്ടത് രാഷ്ട്രീയ ലാക്കോട് കൂടിയല്ല. അദ്ദേഹത്തിന്റെ അച്ഛന് ജനങ്ങളെ സുരേഷ് ഗോപിയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛനും പരമാവധി സഹായിച്ചു. ബഹുമാനരായിട്ടുള്ള ബാലകൃഷ്ണപിള്ള സാർക്കും ജനങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. അതിനിപ്പം വിതച്ച വിത്തുകളെ സഹായിച്ചിട്ട് ഓന് നാട്ടുകാരെ സഹായിക്കാൻ സമയമില്ല. ഓൻ വിതക്കണ വിത്തുകൾ ഇങ്ങനെ സഹായിച്ച് രക്ഷപ്പെട്ട് നടത്തുകയല്ലായിരുന്നു. ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ലിപ്സ്റ്റിക് ഇട്ട ഈ കവളനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. സാഷ്ടാംഗ പ്രണാമം ചെയ്തത് കൊട്ടാരക്കര ഗണപതിയുടെ അടുത്തല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആഫീസിൽ വന്ന ആ വ്യക്തിയുടെ കാൽക്കൽ വീണത് അത് ഗണപതിയാണെന്ന് കരുതിയിട്ടല്ലോ. എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയാലോ. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആ വിഷയം ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അരച്ച് പറയാത്തത്, ലൂസിഫർ എന്ന് പറയപ്പെടുന്ന സിനിമ ഇന്ന് ഞങ്ങൾക്ക് എതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഭവമായിട്ട് നടക്കുന്നുണ്ടാവാം. സിനിമാ മേഖലയൊക്കെ കൊണ്ട് നിങ്ങൾ BJPക്ക് മോശമായി പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ആ സിനിമയിൽ ഒരു നടനുണ്ട്, മോഹൻലാൽ. ഓൻ പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഗണേശനോട് പറയാനുള്ളത്. ആയതുകൊണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് ചൊറിയാൻ വന്ന തിരിച്ച് ഞങ്ങൾ മാന്തി പൊളിക്കും. അത് താങ്ങാൻ ഗണേശനാകൂല. നിങ്ങൾ മനസ്സിലാക്കി. കുറെ മാധ്യമങ്ങളെ മുന്നിൽ നിർത്തി എന്റെ ഇളിച്ച ചിരിയും ചിരിച്ച് അതിപ്പോ ഞാനൊരു തൊപ്പിയെ കുറിച്ചല്ലേ പറഞ്ഞോളൂ. ഗണേശ, സുരേഷ് ഗോപി ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞു പോരുമ്പോ ബഹുമാനായിട്ടുള്ള ഗണേശൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി ഒരു തൊപ്പി കൊണ്ടുപോകുന്നു. ഗണേശൻ കൊണ്ടുപോകുന്നത് തൊപ്പിയല്ലല്ലോ, ജീവനുകളല്ലേ. ഞങ്ങൾ ചർച്ച ചെയ്യണത് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചർച്ച ചെയ്യാതെ ഞങ്ങളുടെ മാന്യതയാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത് പറയാതിരിക്കുന്നത് അത് ഞങ്ങളുടെ കഴിവുകേടായി നിങ്ങൾ കാണരുത്. പൊതുസമൂഹത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ പ്രസംഗത്തിൽ മറച്ചു വെക്കുന്നത് കഴിവുകേടായി നിങ്ങൾ കാണരുത്. അത് ഞങ്ങളുടെ മാന്യത, ഞങ്ങളുടെ സംഘടന പഠിപ്പിച്ച മാന്യത. എന്റെ സംഘടന നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന് നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്വന്തം പിതാവാണ് കേരള കോൺഗ്രസ് ബിയുടെ നേതാവായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണപിള്ള ഈ കേരളത്തിനോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് എന്താ? ബഹുമാന്യനായ ഗണേശൻ എന്ന് തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ. ആ ഗണേശൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. എന്റെ ഭാര്യയോട് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു എന്റെ തന്നെയാണ്. പക്ഷേ തെറ്റുപറ്റിപ്പോയി. ഇത് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ അച്ഛനോ പൊതുസമൂഹത്തിലെ അച്ഛന്മാരോ അല്ല. അവനവന്റെ ആലോചിച്ചിട്ട് പറയാനുള്ളൂ. കണ്ണാടിയിൽ നോക്കി സുരേഷ് ഗോപിയെ പറയുന്ന സമയത്ത് അവനവനാകുന്നവനാണോ, പാകമുള്ളവനാണോ, യോഗ്യനാണോ എന്നൊന്ന് ചിന്തിച്ചാൽ ബഹുമാനായ ഗണേഷ് കുമാർ താങ്കൾക്ക് നല്ലതാണ്. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറയേണ്ടി വരിക, അതിനൊരു പ്രതിഷേധം നടത്തേണ്ടി വരിക, അതിന് ഈ തീച്ചൂട്ടത്ത് ഈ പാവങ്ങൾ ഇങ്ങനെ ട്രൗസറും ഷർട്ടും ഇട്ടിട്ട് പാവങ്ങളെ ജനങ്ങളെ സേവിക്കേണ്ട നീതിന്യായ സംവിധാനങ്ങൾ നിലനിർത്തേണ്ട പോലീസുകാർ വണ്ടിയിട്ട് തടഞ്ഞ് കയറും കെട്ടി ഇവന്മാരിനി അങ്ങോട്ട് ഓടിപ്പോയാൽ എന്റെ മക്കളുടെ ചോറും കഞ്ഞൂടി മുട്ടണ്ടല്ലോ എന്ന് കരുതി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഗണേഷ് കുമാർ അന്റെ വഴിവിട്ട നാക്കാണ് ഈ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത്. പറ, പത്തനാപുരത്തെ എല്ലാ റോഡുകളും കറക്റ്റാണോ? പത്തനാപുരത്തെ എല്ലാ മേഖലകളും കൃത്യമാണോ?
താങ്കൾ ഭരിക്കുന്ന മേഖല വളരെ കറക്റ്റാണോ? അതൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ആദരണീയ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ, പിണറായി വിജയന്റെ ക്യാബിനറ്റിലുള്ള കപ്പലണ്ടി മന്ത്രി അല്ലട്ടോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിങ്ങൾ മനസ്സിലാക്കണം, ലോകരാഷ്ട്രം ബഹുമാനിക്കുന്ന, ലോകരാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്ന, ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുന്ന, ഈ നാടിനെ കൈപ്പിടിച്ചുയർത്തുന്ന ആദരണീയ പ്രധാനമന്ത്രി ബഹുമാനനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മെമ്പർമാരിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. സമൂഹത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നു, സുരേഷ് ഗോപിക്ക് സമൂഹത്തിനോട് നീതി കാണിക്കാൻ സാധിക്കുന്നതും മറ്റൊരുത്തന്റെ പ്രയാസവും വിഷമവും സങ്കടവും ദുഃഖവും ദുരിതവും എന്റേതാണെന്ന് മനസ്സിലാക്കി അവനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നതും അത് സുരേഷ് ഗോപിയുടെ അച്ഛൻ മക്കളെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ്. ഓന്റെ ബീജാഭാവത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തി നല്ലവനായി പറക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ജീവിതവും ശുദ്ധിയായതുകൊണ്ടാണ് മക്കൾ മർത്തിയും വെടുപ്പായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ മോശമായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അതെന്റെ സംസ്കാരവുമല്ല. മാന്യത എന്ന് പറയപ്പെടുന്നത് അത് പഠിക്കേണ്ടതാണ്. അങ്ങയുടെ വീട്ടിൽ നിന്ന് അത് പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടോ, കുരുത്തം കൊടുക്കുന്ന നേരത്ത് ബാലകൃഷ്ണപിള്ള കുരുത്തം കൊടുക്കാൻ വിളിച്ചു അത്രേ. ഓൻ ആ നേരത്ത് ടോയ്ലറ്റിൽ പോയി, അപ്പൊ കേടേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഈ സമൂഹം എന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. പത്തനപുരങ്ങാടി ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തില് ഒരു പിതാവ് പറയുന്നു മകൻ കള്ളനാണ്, ഒരു പിതാവ് പറയുന്നു എനിക്ക് തെറ്റുപറ്റിയതാണ് മകൻ, ഒരു പിതാവ് പറയുന്നു തന്റെ കേശം കെട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ TV ഓഫ് ചെയ്യേണ്ടി വരും, ഒരു പിതാവ് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വിമർശിക്കുകയല്ല, ആ വീട് ഉമ്മർത്ത് പോയിട്ട് ഒരു കസാരിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ബാലകൃഷ്ണപിള്ളേ എന്നൊരു വിളിയെ വിളിക്കുക, എന്നിട്ട് അങ്ങോട്ട് പറയാ തോന്നിയതാ പറഞ്ഞോ. അന്നെ കുറിച്ച് കാണാ കൂണ മുഴുവൻ പറഞ്ഞു നടന്ന എന്റെ അച്ഛൻ തന്നെയല്ലേ, അല്ലാണ്ട് സുരേഷ് ഗോപി അല്ലല്ലോ. പിന്നെ സുരേഷ് ഗോപി നോമ്പ് തുറച്ചു പോയ സമയത്ത് കരിക്കഞ്ഞി വെച്ച് കുടിച്ച അനക്കന്തോണ്ട് അന്റെ കുടുംബത്ത് വന്നിട്ടല്ലോ. ഓനെ ക്ഷണിച്ചവിടത്ത് പോയി, ഓൻ ആ പ്രവൃത്തിയിൽ പങ്കെടുത്ത് ആ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് അവർക്കൊപ്പം ഇരുന്ന് നോമ്പ് തുറ കൃത്യമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ അതിലെന്തിനാണ് ഗണേശന് കുഴപ്പം? ഗണേശൻ പൊക്കോ. ഈ ബന്ധക്കോസ്തുകാരുടെ സമ്മേളനത്തിൽ പോയിട്ട് നാമം ചൊല്ലിപ്പോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഇല്ലല്ലോ. എവരി പേഴ്സൺ ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, എ വണ്ടർഫുൾ